പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഇന്നലെ രാത്രി വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപമാണ് ഓടിച്ച കാർ ഇടിച്ചത്. സേഫ് സേലാവിധനാണ് വിവരങ്ങൾ നൽകുന്നത്. സേഫ്, രാവിലെ മുതൽ തന്നെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിലൂടെ ഈ അപകടത്തിന്റെ ചിത്രം വളരെ വ്യക്തവും പച്ചക്കള്ളം. ഈ CCTV ഫുട്ടേജിൽ കണ്ടതെല്ലാം മണ്ടത്തനോ. അനിയൻ വണ്ടി റോഡിൽ ഓടിച്ചത് വളരെ സ്പീഡിലാണ്. അത് വ്യക്തമായിട്ട് CCTVയിൽ കാണാം. പിന്നെ എന്തിനാണ് യുവാവിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞത്? വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജെറ്റ് പോണ പോണത്. ഏകദേശം പകുതി കൂടുതൽ നടുക്കത്തെ സീബ്ര ലൈന് കട്ട് ചെയ്ത് ഏകദേശം പകുതി കൂടുതലായി. ആ വണ്ടിയിൽ തട്ടിയിലായിരുന്നെങ്കിൽ ആ ഭാഗത്തൊരു ഡിവൈഡർ ഉണ്ടായിരുന്നെങ്കിൽ ഡിവൈഡറിൽ ഇടിച്ചേനെ അവർ. CCTV ഫുട്ടേജ് വ്യക്തമായിട്ട് നോക്കി അറിയാൻ പറ്റും. പിന്നെ വെള്ളാമ്പലത്തു നിന്ന് നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബ് വഴി വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാനവ വീതിയുണ്ട്. ഒരു വാർത്തയിലും ന്യൂസിലും അത് പറയും. കാണാം, നോക്കി കണ്ടോ? അദ്ദേഹം കാർ ഓട്ടിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ഏകദേശം ആ ഡിവൈഡർ നടക്കുന്നുള്ള ഡിവൈഡറിൻ്റെ ഏകദേശം എത്ര എത്തിയെന്ന് നോക്കിയാൽ മതി. കണ്ടോ? ഇതാ കണ്ടോ? അപ്പം എന്തുമാത്രം സ്പീഡിലായിരിക്കും വന്നത്? കൊള്ളാം, നല്ല ന്യായം. മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ഒരു ആക്ടർ ആയതുകൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി ന്യൂസ് ചാനലിലും എല്ലാം കൊടുത്തായിരുന്നു. ആ പയ്യൻ വൈദ്യപരിശോധന നടത്തുന്നതിന് മുമ്പേ ആ പയ്യന്മാർക്ക് എന്തെങ്കിലും വൈദ്യപരിശോധനയൊക്കെ നടത്തി നോക്കി അറിയാൻ പറ്റും. ഞാൻ ആരും തെറ്റ് പറയുന്നതല്ല, ഞങ്ങൾക്കും കുട്ടികളുണ്ട്. പക്ഷെ വണ്ടി ഓട്ടിക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കണം. ഇത് ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ച ഒരു ഡ്രൈവിംഗ് അല്ല കാണിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഏകദേശം ട്രിവാൻഡ്രം ക്ലബിൻ്റെ പകുതി കൂടുതൽ ഇൻഡിക്കേറ്റർ ഇട്ട് കണ്ടോ? റോഡിലെ നടുക്കത്തെ സീബ്ര കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന ഒറ്റ ഇടിയ. CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതാണ് മണിയമ്പിള്ള രാജു സാറ് ഇറങ്ങി വരുന്നു. വന്ന് ബൈക്ക് ഇടിക്കുകയാണ്. അവിടെ ഡിവൈഡറാണ് ഉള്ളതെങ്കിൽ അവർ ഏത് വഴി പോകും? ആ വണ്ടി ക്രോസ് ചെയ്ത് കയറി പോകാൻ വേണ്ടി നോക്കിയത് അവർ. വെറുതെ അദ്ദേഹത്തിന് കുറ്റം പറയേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി നോക്കാമായിരുന്നു, അത് നോക്കിയില്ല. അത്രേ ഉള്ളൂ. കണ്ടോ? ആ റോഡിൽ ഇത്രയും നല്ല റഷ് റോഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡും അതും ഇതും അവിടെ നിന്നും ഇവിടെ നിന്നും മുടുക്കുകളുള്ളതാണ്. അപ്പോൾ വണ്ടികൾ ഇറങ്ങി വരുന്നതാണ്. അവിടെ ഇത്രയും വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുമല്ല ആ വണ്ടി നോക്ക്, വ്യക്തമായിട്ട് കാണാം. കണ്ടോ? സീബ്ര ലൈന് നോക്കി അറിയാൻ പറ്റും. എല്ലാ ന്യൂസുകാരും വിട്ട ഒരു കാര്യമുണ്ട്. വെള്ളാമ്പലത്ത് നിന്ന് ഈ പയ്യൻ പറയുന്ന വെള്ളാമ്പലത്ത് നിന്ന് വഴുതക്കാടിലോട്ട് പറഞ്ഞേ ഇതിൻ്റെ ഇടയ്ക്ക് മാനവവീതിയുണ്ട്, അറിയാവോ? മാനവവീതി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ട്. കണ്ടോ? ഇത് അദ്ദേഹത്തിന് തെറ്റ് പറയേണ്ട ഒരു കാര്യമില്ല. കണ്ടോ? റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കറക്റ്റ് നടന്നു പോയില്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു ബൈക്ക് വന്ന് ഇടിച്ച് ആള് മരിച്ച സംഭവങ്ങളുണ്ട്. കണ്ടോ? അതൊന്നും ന്യൂസ് ചാനലിൽ പറയാനോ ഒന്നിനുമില്ല. ഇത് മണിയമ്പിള്ള രാജു എന്നുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് ഭയങ്കര സംഭവമാക്കി. പിന്നെ അദ്ദേഹം വണ്ടി നിർത്തി ഒന്നും നോക്കിയില്ല. ഇതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ആ വണ്ടി ഓടിച്ചത് എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും എന്നുള്ളത് ഈ വണ്ടിയുടെ ഈ ഇടി കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നോക്കി, ആ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങി ഏകദേശം നടുക്കത്തെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് കയറാറായപ്പോഴത്തേക്കാണ് അതിൽ നിന്ന് കട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഈ ബൈക്ക് ഓടിച്ചിരുന്ന കുട്ടികൾ നോക്കിയത്, വന്നിടിക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. സംഭവം ഇങ്ങനെ ഒരു ഇത് പറ്റിയപ്പോഴത്തേക്ക് പുള്ളി പേടിച്ചു പോയി കാണും. അതുകൊണ്ടായിരിക്കും വണ്ടി നിർത്താത്തത്. സാധാരണക്കാരനായിരുന്നെങ്കിൽ ചിലപ്പോൾ നിർത്തിയനെ. പുള്ളി ഒരു ആക്ടറും ഇതൊക്കെ ആയതുകൊണ്ട് നിർത്താണ്ടങ്ങ് പോയി. അത്രേ ഉള്ളൂ. അതാണ്. അതെ, യുവാക്കളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. വണ്ടി റോഡിലൂടെയാണ് ഓടിക്കാനുള്ളത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇതെന്താ സ്പീഡിൽ വണ്ടി ഓടിച്ചിരിക്കുന്നത് നോക്ക്. അദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ടുവന്ന് അപ്പോ
ഈ ഭയം മുന്നോട്ടെടുക്കാൻ പക്ഷേ അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായതാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു വണ്ടി എത്രത്തോളം നോക്കിയാ നിങ്ങൾക്കറിയാലോ, CCTV ഫുട്ടേജിൽ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം നോക്കി തന്നെ എടുത്താ വണ്ടി വന്ന സ്പീഡ് നോക്ക്. ആ റോഡ് ചെറിയ റോഡാണ്, നടുക്കുന്ന ഡിവൈഡർ ഉണ്ട്. പക്ഷേ ഈ ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഗേറ്റിൽ വണ്ടി U-turn തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. നോക്ക്, പകുതി കൂടുതലാ. അതെ, നോക്ക്, ആ ഡിവൈഡറിൻ്റെ ഡിവൈഡറിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ അവിടെ ഫ്രണ്ട് എത്താറായപ്പോഴാണ് അതുവഴി കട്ട് ചെയ്ത് പോകാൻ വേണ്ടി അവർ നോക്കി. അപ്പോൾ എന്തുമാത്രം സ്പീഡിലാണ് വന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ വണ്ടി ഓടിച്ചിരുന്ന യുവാക്കളുടെ ഭാഗത്താണ് 100% തെറ്റ്. നോക്ക്, അത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അദ്ദേഹം വണ്ടി നിർത്തി നോക്കിയില്ല. സാധാരണ ആക്സിഡൻറ്റുകൾ പറ്റുമ്പോഴത്തേക്ക് വണ്ടി ഒന്ന് നിർത്തി നോക്കണം. പിന്നെ അദ്ദേഹം വിചാരിച്ചിരുന്ന അയാൾ ഒരു സിനിമ ആക്ടറും പോപ്പുലാരിറ്റി ഉള്ള ഒരു നടനും ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിർത്താത്തത്. പ്രത്യേകിച്ച് മീഡിയക്കാരെ എല്ലാവരും എന്തെങ്കിലും കേസോ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടാവും. അത്രയ്ക്ക് നല്ല വലിയ ഇടിയല്ലേ. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുമില്ല. അതെങ്കിൽ പിന്നെ CCTV ഇത് ഫുട്ടേജ് എന്ത് ചുമ്മാ വെച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോഴുള്ള കുട്ടികളുടെ അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റില്ല. പയ്യെ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. രണ്ട് ദിവസം മുന്നേ പരവങ്കുന്നിൽ വെച്ചിട്ട് വെളുപ്പിനെ 3 മണിക്ക് പാങ്ങോട് മാർക്കറ്റിൽ പൂജപ്പുര ചന്തയിൽ മീൻ കച്ചവടം ചെയ്യുന്ന ഒരാൾ പാവം മെല്ലെ ആക്റ്റീവിൽ വരെയായിരുന്നു. 20-21 വയസ്സുള്ള യുവാക്കൾ ഭയങ്കര സ്പീഡിൽ വന്ന് അദ്ദേഹത്തിനെ ഇടിച്ച് അയാൾ ആ ആക്സിഡൻ്റായ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അറിയാമോ? ഇതൊക്കെ റോഡിൽ വണ്ടി ഓടിക്കുന്ന ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? നമ്മുടെ റോഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വണ്ടികൾ വന്ന് കയറുന്നതാണ്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചല്ലേ വണ്ടി ഓടിക്കാനുള്ള, കുട്ടികളായിരുന്നാലും ആരായിരുന്നാലും. പക്ഷേ ഇത് അവർ സ്പീഡിൽ വന്ന് ആ വണ്ടിയിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. അത് കണ്ടാൽ അറിയില്ലേ, അത് ജസ്റ്റ് മിസ്സിലൊന്നും അല്ല ഇടിച്ചിരിക്കുന്നത്. കണ്ടോ, അവർ ഏകദേശം ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി പോകാം, പക്ഷെ അവിടെ പോകാനുള്ള ഗ്യാപ്പേ ഇല്ല. എന്നിട്ട് അവർ അത്രയും സ്പീഡിൽ വന്ന് ഇടിച്ചിരിക്കുക. അപ്പോൾ എന്തുമാത്രം സ്പീഡിലേക്ക് നോക്കുക, കണ്ടറിയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാൽ മണിമുള്ള രാജു സാറിൻ്റെ അതിൽ ഒരു തെറ്റുമില്ല. പിന്നെ പുള്ളിയുടെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി നോക്കിയില്ല, അത്രേ ഉള്ളൂ. ഇത് എൻ്റെ ഇതാണ്. ഞാൻ എന്ന് പറഞ്ഞ് യുവാക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല, നമുക്കും കുട്ടികളുള്ളതാണ്. വണ്ടി ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. നമ്മുടെ നേരത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ മാതിരിയല്ല. ചെറിയ റോഡും ഒരു 10,000 വണ്ടി പൊക്കോണ്ടിരുന്നിടത്ത് ഇപ്പോൾ 2 ലക്ഷം വണ്ടിയാണ് പോണത്. അതും ആൾക്കാർക്കൊരു സമാധാനം ഇല്ലാത്ത ഡ്രൈവാണ് ഈ യുവാക്കൾ ചെയ്യണത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ പകുതിയിൽ പോകും. അതാണ് എനിക്ക് പറയാനുള്ളൂ. എന്തുമാത്രം ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നറിയില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. അതെങ്ങനെ ആരായിരുന്നാലും നമ്മളായിരുന്നാലും ഇത്രയും വലിയൊരു ഇടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനേ നോക്കുള്ളൂ. കാരണം അത്രയ്ക്ക് വലിയ ഇടിയാണ് നടന്നത്. എന്തോ ആ യുവാക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. അത് കണ്ടാലേ അറിയാമല്ലോ. കണ്ടോ, അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് കാണുന്ന ഒരു ഡ്രൈവിങ് അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വണ്ടി ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കൊന്ന് വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കുക. ആ വണ്ടിയാണ് മുൻഗണനയിൽ നിൽക്കുന്നത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. അപ്പം അതുപോലും ആലോചിക്കാണ്ട് നോക്ക്, ആ ഇൻഡിക്കേറ്റർ ആ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ദൂരന്നേ കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്ന വണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ യുവാക്കൾ എന്ത് ചെയ്യണം? യുവാക്കൾ വണ്ടി സ്ലോ ചെയ്ത് ആ വണ്ടി പോയതിന് ശേഷം പോകണം. ഇത് നോക്ക്, കണ്ടോ? ആരായിരുന്നാലും പേടിച്ചു പോകാണ്ട ഉള്ള ഇതൊന്നുമല്ല. പേടിച്ചിട്ടായിരിക്കും പുള്ളി വണ്ടി നിർത്താതെ പോയെന്നായിരിക്കും എനിക്ക് തോന്നണത്. അല്ലാണ്ട് അതാരായിരുന്നാലും
മണിയമ്പിള്ള രാജു സാറല്ല, വേറെ ആരായിരുന്നാലും ചിലപ്പം വണ്ടി നിർത്തില്ല പോവും. കാരണം അത്രയ്ക്ക് വലിയ ഇടിയാണ്, പേടിച്ചിട്ട് പോയതായിരിക്കും. അത് ഇത്രയും വലിയൊരു ഇതാവേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിപ്പം മണിയമ്പിള്ള രാജു സാറായതുകൊണ്ട് ഇത്രയും വലിയ ഇതിൽ ആയത്. ഓക്കെ, ശരിയാണ്.